അങ്ങനെ വീണ്ടും ഒരു നാൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരു രാത്രി പാവയെ തൻ്റെ ബെഡിൽ കണ്ട ഡോണ അതിനെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കൈകളിൽ രക്തം പോലെ ചുവന്ന നിറത്തിൽ ഒരു ദ്രവ്യം കണ്ടു. അതോടുകൂടി പേടിയായ ഡോണ ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. ഡോണയും കൂട്ടരും താമസിച്ചിരുന്ന റൂമിൽ അനബെല്ലെ എന്നു പേരുള്ള 7 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും അതിൻ്റെ ആത്മാവാം പാവയിൽ ഉള്ളതെന്നുമുള്ള അന്തിമ തീരുമാനത്തിൽ അവരങ്ങനെ എത്തിച്ചേർന്നു. കൂടാതെ ആ ആത്മാവ് ഡോണയെയും ആൻജിയെയും വിശ്വസിക്കുന്നതിനാൽ അവരെ വിട്ടുപോകാനും സാധ്യതയില്ല. ഇതറിഞ്ഞ ഡോണ ആ പാവയെ തൻ്റെ കൈവശം വെക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ദ കോൺജറിംഗ് 2 അനബെല്ലെ എന്ന ലോക പ്രശസ്ത ചിത്രങ്ങൾക്ക് കാരണക്കാരായ ഒരു ദമ്പതികളുടെ ആരാലും അറിയപ്പെടാത്ത ഒരു കഥയുണ്ട്. എഡ്വേർഡ് വാറൻ ആൻഡ് ലോറൈൻ വാറൻ എന്നീ പേരുകൾ ഒരുപക്ഷെ മലയാളികൾക്ക് സുപരിചിതമായിരിക്കില്ല. എന്നാൽ കാഴ്ചക്കാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ദ കോൺജറിംഗ് 2 അനബെല്ലെ എന്നീ ചലച്ചിത്രങ്ങൾ ഏവർക്കും സുപരിചിതമായിരിക്കും. ലോകമറിയുന്ന പ്രേതവേട്ടക്കാരായ എഡ്വേർഡ് വാറനും ലോറൈൻ വാറനും എന്ന അമേരിക്കൻ ദമ്പതികളുടെ ജീവിത കഥയിലെ ചില ഏടുകളെ ആസ്പദമാക്കിയാണ് ഈ ചലച്ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രേത കേസുകൾ അന്വേഷിച്ചവരാണ് വാറൻസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എഡ്വേർഡ് വാറനും ലോറൈൻ വാറനും. 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച എഡ്വേർഡ് ഡിമോണോളജി എന്നറിയപ്പെടുന്ന പിശാചുകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിലായിരുന്നു ഗവേഷകർ. എഴുത്തുകാരൻ, ലെക്ചറർ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ലോറൈൻ വാറൻ. അതീന്ദ്രിയ ജ്ഞാനത്തിന് ഉടമയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1952 ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ച് എന്ന പ്രേത വേട്ടക്കാരുടെ സംഘടന അവർ സ്ഥാപിച്ചു. ഇത്തരത്തിലുള്ള സംഘടനകളിൽ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ റിസർച്ച് സെൻ്റർ ആയിരുന്നു ഇത്. 10,000-ഓളം വരുന്ന പ്രേതബാധകളെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, അനബെല്ലെ എന്നു പേരുള്ള പ്രേതബാധയുള്ള ഒരു പാവയുണ്ട്. അമേരിക്കയിൽ കണക്റ്റിക് ഇൽ മോൺറോ എന്ന ടൗണിലുള്ള ദ വാറൻസ് ഓക്കൾട്ട് മ്യൂസിയത്തിൽ ഒരു കണ്ണാടി പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. ആ പാവയിൽ എന്തോ ഒരു ബാധയുള്ളതായി തന്നെ കണക്കാക്കപ്പെടുന്നു. പ്രേതബാധയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന അനബെല്ലെ എന്ന ഈ പാവയെപ്പറ്റിയുള്ള ഇവരുടെ അന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനബെല്ലെ എന്ന ഹോളിവുഡ് സിനിമ തന്നെ നിർമ്മിച്ചത്. കോൺജറിംഗ് ആദ്യ പാർട്ടിൽ കാണിക്കുന്ന കുറച്ച് സീൻ യാഥാർത്ഥ്യത്തിൽ നടന്നിട്ടുണ്ട്. റിയൽ ലൈഫിലുള്ള പാവയെ കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല. അതായത് വെറും ഒരു ഭംഗിയുള്ള ഒരു പാവം പാവ. പക്ഷേ അതിനെ റിയൽ ലൈഫിൽ വന്നപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിചിത്രമാക്കി മാറ്റാമോ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമാണ്. 1970-ലാണ് അനബെല്ലെ സ്റ്റോറി നടക്കുന്നത്. 28ാമത്തെ ബർത്ത്ഡേ പ്രസൻ്റായി ഡോണ എന്ന നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് തൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ ഒരു സാധാ പഴകിയ പാവയാണ് അനബെല്ല. ഡോണ തൻ്റെ സഹപാഠിയായ ആൻജിയുമായി ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ പാവ അവൾക്ക് ലഭിക്കുകയും അതിനെ ഡോണ ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ തൻ്റെ ബെഡിൽ വയ്ക്കുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പാവയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്തെന്നാൽ ബെഡിൽ വെച്ചിട്ട് പോകുന്ന ഈ പാവയെ അവർ പിന്നീട് വന്ന് നോക്കുമ്പോൾ സോഫയിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ മറ്റോ ആയിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞ് പാവ റൂം തന്നെ മാറാൻ തുടങ്ങുകയും കയ്യും കാലും കുറുകെ വെച്ച് ഇരിക്കാനും ഒക്കെ തുടങ്ങി. ഡോണയുടെ ഫ്രണ്ടായ ലു ആ പാവയെ ഒരുപാട് വെറുത്തിരുന്നു. ആ പാവയിൽ എന്തോ ഒരു ദുശക്തി ഉള്ളതായും പറഞ്ഞിരുന്നുവെങ്കിലും ഡോണയും ആൻജിയും അത് വിശ്വസിച്ചില്ല. അങ്ങനെ കുറേ നാൾ കഴിയെ പാവയുടെ പ്രവൃത്തികൾ കൂടി വന്നു. എന്തെന്നാൽ അത് എഴുതാനും തുടങ്ങി. പാവ അവർക്കിടയിൽ വന്ന് 1 വർഷമായിരിക്കെ ഒരിക്കൽ അവർ ആ പാവയെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ കൈകളിൽ എന്തോ ഒരു കടലാസ്. അതെടുത്ത് നോക്കിയപ്പോൾ ഹെൽപ്പ് അസ് എന്നും ചിലപ്പോൾ ഹെൽപ്പ് യു എന്നും കുറിപ്പുകൾ കണ്ടു തുടങ്ങി. ആ കുറിപ്പുകൾ കാണാൻ തുടങ്ങിയത് പാർക്ക്മെൻ പേപ്പർ എന്നറിയപ്പെടുന്ന ഒരുതരം പേപ്പറിൽ നിന്നുമാണ്. ആ പേപ്പറാണെങ്കിൽ ഡോണ അവരുടെ റൂമിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ പാവയുടെ കൈകളിൽ ഈ പേപ്പർ വന്നു? ദിവസങ്ങൾ പിന്നെയും പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും ഒരു നാൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരു രാത്രി പാവയെ തൻ്റെ ബെഡിൽ കണ്ട ഡോണ അതിനെ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ കൈകളിൽ രക്തം പോലെ ചുവന്ന നിറത്തിൽ ദ്രവ്യം കണ്ടു. അതോടുകൂടി പേടിയായ ഡോണ ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. ഡോണയും കൂട്ടരും താമസിച്ചിരുന്ന റൂമിൽ
അനബെല്ലെ എന്ന് പേരുള്ള 7 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും അതിൻ്റെ ആത്മാവ് ആകാം ആ പാവയിൽ ഉള്ളതെന്നുമുള്ള അന്തിമ തീരുമാനത്തിൽ അവർ അങ്ങനെ എത്തിച്ചേർന്നു. കൂടാതെ ആ ആത്മാവ് ഡോണയും ആൻജിയും വിശ്വസിക്കുന്നതിനാൽ അവരെ വിട്ടുപോകാനും സാധ്യതയില്ല. ഇതറിഞ്ഞ ഡോണ ആ പാവയെ തൻ്റെ കൈവശം വെക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവർ വിചാരിച്ച പോലെ അല്ലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. പാവയുടെ ആദ്യത്തെ ഇര പാവയെ വെറുത്തിരുന്ന ലൂ ആയിരുന്നു. ഒരു രാത്രി തൻ്റെ സ്വപ്നത്തിൽ അനബെല്ല പാവ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായി ലൂ സ്വപ്നം കണ്ടു. തുടർന്ന് ഒരിക്കൽ ഒരു റോഡ് ട്രിപ്പ് പോകാൻ ലൂവും ആൻജിയും പ്ലാൻ ഇടുകയും തത്സമയം ഡോണയുടെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തു. എന്നാൽ ഡോണ അവിടെ ഇല്ല. പിന്നെ ആരാണ്? ഒളിഞ്ഞു നോക്കിയ ലൂ കണ്ടതോ കസേരയിലിരിക്കുന്ന അനബെല്ല എന്ന പാവയാണ്. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് പാവയെടുക്കാൻ നീങ്ങിയ ലൂ തൻ്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് തൻ്റെ നെഞ്ചിൽ വേദന പോലെ തോന്നിയ ലൂ നോക്കിയപ്പോൾ തൻ്റെ വസ്ത്രത്തിൽ ചോര കാണുകയും ആരോ മാന്തിയ പോലുള്ള പാട് വരികയും ചെയ്തു. പക്ഷേ 2 ദിവസങ്ങൾ കഴിഞ്ഞതും ആ പാട് മാറുകയും ചെയ്തു. ഇത്രയും കൂടി ആയപ്പോൾ ഡോണയ്ക്ക് ഭയം വീണ്ടും കൂടി. പുരോഹിതനായ ഫാദർ ഹെഗനെ കാണുകയും അയാൾ വഴി വാറൻസിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ എഡ് ആൻഡ് ലോറൻ വന്നു. കൂടുതൽ അന്വേഷണത്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു പ്രേതമൊന്നുമല്ല, ഇൻഹ്യൂമൻ സ്പിരിറ്റാണ് ആ പാവയിലുള്ളതെന്നാണ്. ഞെട്ടിക്കുന്ന വിവരം എന്തെന്നാൽ അതിൻ്റെ ലക്ഷ്യം ഡോണയുടെ ആത്മാവായിരുന്നത്രേ. കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഡോണയുടെ ശരീരത്തിൽ കയറിപ്പറ്റാനായിരുന്നു ആ ആത്മാവ് ശ്രമിച്ചിരുന്നത്രേ. അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കൽ നടത്തുകയും ആ പാവയെ വാറൻസ് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അവിടെ തീരുന്നില്ല അനബെല്ലയുടെ വികൃതികൾ. പാവയെ കൊണ്ടുപോകുന്ന വഴിയിൽ കാർ എഞ്ചിൻ നിലയ്ക്കുകയും ബ്രേക്ക് നഷ്ടമാവുകയും ചെയ്തു. തത്സമയം എഡ് ആ പാവയെടുത്ത് അതിന്മേൽ വിശുദ്ധ നീര് തളിക്കുകയും അപ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റാർട്ടാകുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡോണയുടെ റൂമിൽ സംഭവിച്ച അതേപോലെ തന്നെ വാറൻസിൻ്റെ വീട്ടിലും സംഭവിക്കാൻ തുടങ്ങി. പാവ സ്ഥാനം മാറുകയും മറ്റും ചെയ്തു. അങ്ങനെ അവർ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും അയാൾ ആ പാവയെ ആക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി. തിരികെ പോകുന്ന വഴിയിൽ ആ പുരോഹിതൻ കാർ അപകടത്തിൽപ്പെടുകയും എന്നാൽ അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം വാറൻസ് ഒരു കണ്ണാടിപ്പെട്ടി പണിത് അതിൽ പാവയിട്ടു. ശേഷം വിചിത്രമായി മറ്റൊന്നുമേ നടന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഞെട്ടിക്കുന്ന കാര്യം കുറേ നാൾ കഴിഞ്ഞ് നടന്നു. അവരുടെ വീട്ടിലുള്ള മ്യൂസിയം സന്ദർശിക്കാൻ വന്ന ഒരു യുവാവ് ആ കണ്ണാടിപ്പെട്ടിയിൽ ഇടിക്കുകയും ആ പാവയെ വെല്ലുവിളിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട എഡ് അയാളെ പുറത്താക്കി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം അയാളും ഗേൾഫ്രണ്ടും സഞ്ചരിച്ച ബൈക്ക് ഒരു മരത്തിലിടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു. കൂടെയുള്ള യുവതി 1 വർഷത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അനബെല്ല പാവയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു മരണം ഇതായിരുന്നു. അതിനെപ്പറ്റി എഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "ഡു നോട്ട് ചലഞ്ച് ദ ഇവിൾ, ദാറ്റ് നോ മാൻ ഈസ് മോർ പവർഫുൾ ദാൻ സാത്താൻ." ദുഷ്ടശക്തിയെ വെല്ലുവിളിക്കാതിരിക്കുക, അവർ മനുഷ്യരെക്കാൾ ശക്തരാണ്. അനബെല്ലയിലെ ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു. നിങ്ങൾക്കും നേരിട്ട് കാണാം അനബെല്ലയെ. മോൺട്രോയ് ടൗണിൽ പോയാൽ വാറൻ മ്യൂസിയത്തിൽ ഇപ്പോഴുമുണ്ട് ആ പാവ. പുറത്തിറങ്ങാൻ തക്കം നോക്കി. 1952 മുതൽ ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും കിട്ടുന്ന ഐറ്റംസ് വാറൻ ഫാമിലി അവരുടെ മോൺട്രോയിലെ ഉള്ള വീട്ടിൽ സൂക്ഷിക്കും. ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നിഗൂഢ മ്യൂസിയം ഇവരുടേതാണ്.